ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ മരണത്തിൽ പോക്സോ പ്രകാരം കേസെടുത്തു. നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്ന വ്യക്തിയാണ് ബിനോയ് എന്നാണ് വിവരം. വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ആ കുട്ടിയെ പറയാൻ സാധിക്കില്ല നമുക്ക്. പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് യൂട്യൂബർ എന്ന് പറയാം. ഈ മരണത്തിൽ ഇപ്പോൾ പോക്സോ കേസെടുത്തിരിക്കുകയാണ്. സുഹൃത്തായ ബിനോയിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിനോയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ മരണത്തിൽ യുവാവിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അതുപോലുള്ള വകുപ്പുകളാണ് ഇതിന് കാരണമായി പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബിനോയ് പോലീസിനോട് പറഞ്ഞത് തനിക്ക് ഇതിൽ പങ്കില്ല. നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. പിന്നീട് തങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു. പെൺകുട്ടിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഈ സൈബറിടത്തിൽ വന്നതിൽ തനിക്ക് പങ്കില്ല. താൻ അങ്ങനെ അധിക്ഷേപിക്കുകയോ താൻ ആരെങ്കിലും കൊണ്ട് അധിക്ഷേപ വാക്കുകൾ ഇടിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് ബിനോയ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ കൃത്യമായി അവരുടെ നിലപാട് പോലീസിനോട് പറഞ്ഞു. അവർ പറഞ്ഞത് മകളെ വേദനിപ്പിച്ചത് ഈ യുവാവ് തന്നെയാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് പോവുകയും കുറെ നാൾ ആ സൗഹൃദം നിലനിർത്തുകയും പിന്നീട് പിന്മാറുകയുമായിരുന്നു. ഇതിൽ പെൺകുട്ടിക്ക് വേദനയുണ്ടായി. അധിക്ഷേപം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന അധിക്ഷേപമല്ല ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന കാര്യമാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ഒരാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പെൺകുട്ടി മിനിഞ്ഞാന്നാണ് മരണപ്പെട്ടത്. അതായത് ഈ ശ്വാസമെടുക്കുന്നതിന് കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു. അതോടുകൂടിയാണ് ഈ പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ. ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് സ്വമേധയാ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് പോയി. പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാരും സുഹൃത്തുക്കളും പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി. അവിടെ ഉയർന്നു വന്നൊരു കാര്യം, ഇവരുടെ ഒരു സൗഹൃദം അവസാനിപ്പിച്ച ശേഷം പെൺകുട്ടിയുടെ പേജിലേക്ക് വലിയ തോതിലുള്ള അധിക്ഷേപം, അത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ യുവാവിനെ അനുകൂലിച്ചിരുന്ന ആളുകൾ അവർ വ്യാപകമായി പെൺകുട്ടിക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നതാണ്. പെൺകുട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾ യുവാവിന്റെ പേജിന് താഴെ ഇങ്ങനെ അധിക്ഷേപ വാക്കുകൾ എഴുതിയിട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. ഏതായിരുന്നാലും ഇങ്ങനെ ഈ അധിക്ഷേപ വാക്കുകളോ അല്ലെങ്കിൽ ഈ ആളുകളുടെ കളിയാക്കലോ കൊണ്ടല്ല തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തത്. യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും മകളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന പരാതി തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോയതും കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതും. അശ്വതി, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.